സങ്കീർത്തനങ്ങൾ ഇസ്രായേൽ ജനതയുടെ പ്രാർത്ഥനാ പുസ്തകം. നൂറ്റാണ്ടുകളായി അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. രക്ഷ അവരുടെ ജീവിതാനുഭവമായിട്ട് മാറുന്നു. വിലാപ സങ്കീർത്തനങ്ങൾ ഒത്തിരിയുണ്ട്. സാമൂഹികമായും വ്യക്തിപരമായും തങ്ങളുടെ രോഗങ്ങളിലും പരാജയങ്ങളിലും വേദനകളിലുമൊക്കെ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അത് അവർക്ക് സൗഖ്യവും പ്രത്യാശയുമായിട്ട് മാറുന്നു. രാജകീയ സങ്കീർത്തനങ്ങളിലൂടെ രാജാവ് അഭിഷിക്തനും അതുവഴി മിശിഹായുമായി ക്രിസ്തുവിൻ്റെ പ്രതിരൂപവുമായി അവതരിപ്പിക്കപ്പെടുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അബ്രാഹത്തോടും ദാവീദിനോടുമൊക്കെയുള്ള വാഗ്ദാനങ്ങളിലൂടെ ചരിത്രം മുഴുവൻ ദൈവത്തിൻ്റെ രക്ഷയുടെ സാക്ഷ്യമാണെന്ന് അവർ അവതരിപ്പിക്കുന്നു. സ്തുതിഗീതങ്ങളിലൂടെ ദൈവം തന്ന വലിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവൈക്യത്തെ ആഴപ്പെടുത്തുകയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആന്തരിക നവീകരണത്തിനായി കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാനായിട്ട് ഊന്നിപ്പറയുന്നു. സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ മാത്രം രക്ഷയല്ല, ലോകത്തിലെ സകല ജനതകളെയും രാജ്യങ്ങളെയും ഈ രക്ഷയിലേക്ക് മാടി വിളിക്കുന്നു. അവസാനം ദൈവവചനം അവരുടെ മാർഗദീപമാക്കി മാറ്റിക്കൊണ്ട് നീതിപൂർവമായ ജീവിതത്തിലേക്ക് അവരെ മാടി വിളിക്കുന്നു. ഈ നോമ്പുകാലത്തിൽ നമ്മളും ഓർക്കുക, നമ്മുടെ ജീവിതം ഒരു സങ്കീർത്തനമാക്കി മാറ്റാൻ സാധിക്കുമോ? ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് സ്തുതി അർപ്പിക്കാൻ, ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ആന്തരിക പരിവർത്തനം നടത്താൻ, ദൈവൈക്യത്തിലേക്ക് വളരാൻ സങ്കീർത്തകനെ പോലെ അവിടുത്തെ വചനങ്ങൾ എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.